സ്കിൻ കെയർ ഒന്ന് ശ്രദ്ധിക്കാതെ പെട്ടെന്ന് ശ്രദ്ധിച്ചപ്പോൾ ഭയങ്കര ഒരു മാറ്റം തന്നെയാണ് കേട്ടോ ഉണ്ടായത്. അപ്പോൾ ഇത് സ്കിൻ കെയർ സീരീസിന്റെ ഡേ 2 ആണ്. അപ്പോൾ എൻ്റെ ഒരു മോർണിംഗ് റൂട്ടീനാണ്, പിന്നെ എൻ്റെ ഒരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫും കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നെ പോലെ സ്കിൻ കെയർ ഒക്കെ ട്രൈ ചെയ്യാൻ മടിയുള്ള ആൾക്കാരാണ് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വലിയ ചിലവൊന്നുമില്ലല്ലോ, വീട്ടിലുള്ള സാധനങ്ങൾ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഗ്ലോയും നല്ല സോഫ്റ്റ്നെസ്സും ഒക്കെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ഒരു ബ്രൈഡൽ സ്പെഷ്യൽ ആണ് കേട്ടോ. അപ്പോൾ അത്ര നല്ല സ്പെഷ്യൽ തന്നെയാണ്. ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു നല്ലൊരു ഗ്ലോയും സോഫ്റ്റ്നെസ്സും ഒക്കെ ഉണ്ട് കേട്ടോ. ടാൻ റിമൂവൽ പാക്കും കൂടിയാണിത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഈ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് ആദ്യം ഞാൻ എടുക്കുന്നത് നാളികേരത്തിൻ്റെ പാലാണ് കേട്ടോ. കുറച്ച് മതി നമ്മുടെ ഫേസിന് ഒരു ടൈം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ ഇപ്പോൾ എടുക്കുന്നത്. കുറേ വേണമെച്ചാൽ സ്റ്റോർ ചെയ്ത് വെച്ച് അങ്ങനെ യൂസ് ചെയ്യണം വെച്ചാലും ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഞാൻ തേങ്ങാപ്പാലാണ് ആദ്യം എടുക്കുന്നത്. നന്നായിട്ടൊന്ന് പിഴിയാണ് കേട്ടോ. തേങ്ങാപ്പാൽ ഇല്ലാച്ചാൽ കോക്കനട്ട് ഓയിൽ ആയാലും മതി. പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് ബോഡി വാഷ് അല്ലെങ്കിൽ സോപ്പ് അല്ലെങ്കിൽ ഫേസ് വാഷ് ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ പിന്നെ ഷാംപൂ, ഫുൾ ബോഡിയൊക്കെ ടാൻ റിമൂവലിന് വേണ്ടി നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ഷാംപൂ അങ്ങനെയൊക്കെ നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത്തിരി ബോഡി വാഷാണ് എടുത്തിക്കുന്നത്, പിയേഴ്സിൻ്റെ ആണ് കേട്ടോ എടുത്തിക്കുന്നത്. പിന്നെ അതിലേക്ക് കുറച്ച് ഒരു 2 സ്പൂണ് തൈരും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. തൈര് ാണോ എന്ന് എനിക്കറിയില്ല, ഭയങ്കര ഒരു സോഫ്റ്റ്നെസ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തൈര് ഒരു കുറച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് അരിപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അരിപ്പൊടി 1 സ്പൂണും കൂടി ഇട്ടിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അരിപ്പൊടിയുള്ളത് കൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫേസൊക്കെ സ്ക്രബ് ചെയ്യാനും കൂടി പറ്റും. അപ്പോൾ എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി മതി നമുക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി കൂടുതലായിട്ട് വേണമെച്ചാൽ കുറച്ചും കൂടി തൈര് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ആദ്യത്തെ ഒരു ഫേസ്. കുറച്ച് കണ്ടോ, ഞാൻ ഒന്നും ശ്രദ്ധിക്കാത്തതുകൊണ്ട് കുരുക്കളൊന്നും അങ്ങനെ ഇല്ല ഫേസിൽ. എന്നാലും ഒരു സുഖം എനിക്ക് തന്നെ തോന്നുന്നില്ല. ഫേസ് ആകെ ഒരു ആനൊക്കെ പിടിച്ച ഒരു പോലെയാണ്, ഒരു സോഫ്റ്റ്നെസ് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മളുടെ പാക്ക് ഇവിടെ റെഡിയാണ്. അപ്പോൾ ഞാൻ ഇനി ഫേസിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊരു നല്ലൊരു സ്ക്രബ് പോലെ തന്നെയാണല്ലോ അരിപ്പൊടിയൊക്കെ ഉള്ളത് കൊണ്ട്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ അരിപ്പൊടി യൂസ് ചെയ്യണമെന്നില്ല, കാരണം നമ്മളെ സ്കിന്നിനും അത് അത്ര നന്നല്ലല്ലോ. അപ്പോൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം 2 പ്രാവശ്യമൊക്കെ യൂസ് ചെയ്താൽ നല്ലൊരു സോഫ്റ്റ്നെസ്സും എല്ലാം ചളിയൊക്കെ പോകാനും ഫേസിൽ എന്തെങ്കിലും ഡേർട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനൊക്കെ നല്ലതാവും കേട്ടോ. ഇതിൻ്റെ സ്മെല്ല് കാണിച്ചാലും നല്ല സ്മെല്ലാണ് കേട്ടോ. ഞാൻ പിയേഴ്സിൻ്റെ ഫേസ് ബോഡി വാഷൊക്കെ ഇട്ടത് കൊണ്ടാണോ അറിയില്ല, നല്ല സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാത്തതാണല്ലോ, അങ്ങനെ എപ്പോഴും ഒന്നും ഇങ്ങനെ സ്ക്രബ് ചെയ്യാറൊന്നും ഇല്ല ഫേസ്. അപ്പോൾ കണ്ടോ, ഇങ്ങനെ നന്നായിട്ട് ചെയ്യുമ്പോൾ ഫേസിന് തന്നെ നല്ലൊരു മാറ്റം, മസാജൊക്കെ പോലെയായി. പിന്നെ നല്ല സോഫ്റ്റും കൂടി ആയിട്ടോ ഫേസ്. എനിക്ക് നല്ല മാറ്റം ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു പാക്ക് ഇട്ടതിന് ശേഷം. പിന്നെ ഞാൻ കഴുത്തിൻ്റെ ബാക്കിലും കഴുത്തിലും എല്ലാവിടെയും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കഴുത്തിൻ്റെ അവിടെയൊക്കെ നന്നായിട്ട്, പിന്നെ മൂക്കിൻ്റെ 2 സൈഡിലും, പിന്നെ ഈ ലിപ്സിലും ഒക്കെ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കണ്ണിൻ്റെ അടിയിലും അങ്ങനെയൊക്കെയാണല്ലോ നമുക്ക് കൂടുതലായിട്ട് ഡേർട്ട് ഉണ്ടാവുക. അപ്പോൾ അവിടെയൊക്കെ വൈറ്റ് ഹെഡ്സ് ഒക്കെ നമുക്ക് നന്നായിട്ട് അവിടെയെല്ലാം ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ അവിടെ എല്ലാവരുടെയും നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ബാക്കി വന്ന പാക്ക് ഞാൻ കുറച്ച് കയ്യിലും കൂടി അപ്ലൈ ചെയ്തു. പിന്നെ കൈയിൻ്റെ മുട്ടിലും എല്ലാവിടെയും അപ്ലൈ ചെയ്തു. ഒരു ബ്ലാക്ക് കളറൊക്കെ ഉണ്ടെങ്കിൽ അത് പോവാനൊക്കെ നല്ലതാട്ടോ. പിന്നെ കയ്യിലൊക്കെ അപ്ലൈ ചെയ്ത് ഞാൻ ഹാൻഡ് വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു നല്ല റിസൾട്ടായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി. കൈ നല്ല സോഫ്റ്റായി, ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കൈൻ്റെ മുട്ടിലൊക്കെ ഞാൻ നന്നായിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് 2 മുട്ടിലും. അപ്പോൾ നമുക്ക് വല്ല ബ്ലാക്ക് ഹെഡ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോവാനൊക്കെ നല്ലതാണ്. പിന്നെ ഫേസിലൊക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തു. പിന്നെ ഫേസിൽ കുറച്ച് എക്സസൈസൊക്കെ ചെയ്തു. പിന്നെ ഇങ്ങനെ നമ്മൾ തല ഇങ്ങനെ പൊക്കിയിട്ട് ഇങ്ങനെ ഒരു എക്സസൈസ് ചെയ്യില്ലേ, അപ്പോൾ അത് നല്ലതാണ് കേട്ടോ. നമ്മളെ ഫേസ് ഒന്ന് മെലിയാനായിട്ടും ഒക്കെ നല്ലതാണ്. കുറച്ച് തടിയുള്ള ആൾക്കാരാണെന്ന് വെച്ചാൽ ഫേസിലാണല്ലോ കൂടുതലായിട്ട് കാണിക്കുക. അപ്പോൾ അങ്ങനെ ഈ ഒരു എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മളെ ഫേസിൽ തടിയൊക്കെ ഒന്നും ഇല്ലാണ്ട് ആവാനൊക്കെ നല്ലൊരു എക്സസൈസാണ് കേട്ടോ. പിന്നെ കൈ കണ്ടോ, ഞാൻ അപ്പം തന്നെ ചെയ്തപ്പോൾ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്നെസ്സും ഒരു ഗ്ലോ ഒക്കെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. അപ്പോൾ കയ്യിൽ തന്നെ ഇത്ര മാറ്റം ഉണ്ടെങ്കിൽ ഫേസിൽ എന്തായിരിക്കും. അപ്പോൾ എന്തായാലും ഞാനൊരു 5-10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് ബാക്കി കുറച്ച് പണികളൊക്കെ ഉണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ചെയ്തിട്ട് വരട്ടെ കേട്ടോ. അപ്പോൾ നന്നായിട്ട് എല്ലാവരുടെയും അപ്ലൈ ചെയ്തിട്ടുണ്ട്. ശരിക്കും സ്കിന്ന് കെയർ ചെയ്യാൻ നമുക്ക് അത്രയ്ക്ക് ടൈമൊന്നും വേണ്ട. നമ്മൾ മടി കാരണമാണ് ഒന്നും ചെയ്യാണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ അപ്പോൾ നിങ്ങളും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം, ഫേസിനുണ്ടായ മാറ്റം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ഉണ്ണി വന്നിട്ട് ഞാൻ ഉണ്ണീനെ ഒന്ന് പേടിപ്പിച്ചിട്ട് വരാം. ഉണ്ണി, അമ്മയ്ക്ക് എടുത്ത് തരുമോ? എന്താ പേടിയുണ്ടോ? ഞാൻ ഒന്നും ചെയ്യില്ല. കഴുകാട്ടോ. ഒന്നുകൂടി തരുമോ?
അപ്പോൾ ഫേസ് പാക്കൊക്കെ ഇട്ടിട്ട് കുറച്ച് പണിയൊക്കെ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉണ്ണി ആദ്യം കണ്ടപ്പോൾ എന്നെ ഒന്ന് ഞെട്ടി. അവനിങ്ങനെയൊന്നും ഇഷ്ടമല്ല. അപ്പോൾ അവൻ പറയാൻ പോയി കഴുകിയിട്ട് വാ, പേടിയാവണു എന്നൊക്കെ പറയാൻ കേട്ടോ. പിന്നെ ഞങ്ങളുടെ അക്വേറിയം ഒന്നും പറയാനില്ല, ചെറിയൊരു ഇതിലത്തെ വെള്ളമൊക്കെ മാറ്റാണ്ടായിരുന്നു, കുറച്ച് ദിവസമായി മാറ്റിയിട്ട്. അപ്പം അതിന് വെള്ളമൊക്കെ മാറ്റി ഫിഷ് ഫുഡൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. മീനുട്ടി മീനുട്ടി മീനുട്ടി. അപ്പോൾ പാക്കൊക്കെ ഇട്ടിട്ട് ഒരു 5-10 മിനിറ്റ് ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ ഫേസ് നന്നായിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് വാഷ് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ എനിക്ക് നല്ലൊരു ഫീലാണ് ഉണ്ടായത്, നല്ലൊരു സോഫ്റ്റ്നെസ് ഒക്കെ ഫീൽ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ എന്തായാലും ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കണം, നിങ്ങൾ ഈ പാക്ക് ട്രൈ ചെയ്ത് നോക്കണം, അപ്പോഴാണ് നിങ്ങൾക്ക് റിസൾട്ട് അറിയുള്ളൂ. എത്ര നല്ല സോഫ്റ്റ് ആയിരുന്നു പറഞ്ഞാൽ അത് നിങ്ങൾ എന്തായാലും അനുഭവിച്ച് തന്നെ അറിയണം, അത്ര നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ നല്ല സ്മെല്ലൊക്കെ ആയിരുന്നു ഇതിൻ്റെ. ഞാൻ ആ പിയേഴ്സിൻ്റെ അത് യൂസ് ചെയ്തുകൊണ്ടാണ് തോന്നുന്നു, നല്ല സ്മെല്ലൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ സ്കിൻ എനിക്ക് തന്നെ ഒരു നല്ല മാറ്റം തോന്നുന്നുണ്ട്. ഒരു ഡള്ളായിട്ടുണ്ടായിരുന്ന ഒരു സ്കിന്നൊക്കെ കുറച്ചൊന്ന് ബ്രൈറ്റ് ആയ പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. ഇപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് ഇത്രയും മാറ്റങ്ങളാണ് ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഐറ്റംസ് അല്ലേ യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് എന്തായാലും റിസൾട്ടൊക്കെ അറിയാൻ വേണ്ടി കുറച്ച് എന്തായാലും വെയിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷെ എന്നാലും എനിക്ക് എൻ്റെ ഫേസിന് നല്ലൊരു മാറ്റം തന്നെ ഫീൽ ചെയ്തു കേട്ടോ. മോന് ഞാനിങ്ങനെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് അവൻ്റെ അടുത്ത് പോകണമെന്ന് അവന് അത്രയ്ക്ക് ഇഷ്ടമല്ല, അവൻ പേടിച്ചിട്ട് ഇങ്ങനെ പോകും കേട്ടോ. അപ്പോൾ അവന് ഞാൻ മുഖമൊക്കെ ഒന്ന് ഫേസ് വാഷൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ അവന് ഭക്ഷണം കൊടുത്തു കേട്ടോ. ഉണ്ണി അച്ഛനെ എന്ന് രാവിലെ റൗണ്ട് അടിക്കാൻ പോകും. അപ്പോൾ എന്തെങ്കിലും നല്ല മീൻ കിട്ടുകയാണെന്ന് വെച്ചാൽ അതൊക്കെ മേടിച്ചിട്ട് വരും കേട്ടോ. അപ്പോൾ ഇന്നിങ്ങനെ കടൽക്കണ്ണ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കട്ട് ചെയ്തതാണ്. അപ്പോൾ പിന്നെ ഞാൻ വേഗം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അതിൽ മസാലയൊക്കെ ഒന്ന് പുരട്ടി വെച്ചു കേട്ടോ. ഈ ഇടയായിട്ട് എനിക്ക് ഇങ്ങനെ പാട്ട് കേട്ടിട്ട് കുക്ക് ചെയ്യാൻ, കിച്ചണിലൊക്കെ എന്തെങ്കിലും പണിയൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതാകുമ്പോൾ പണിയൊക്കെ വേഗം തീരുന്ന പോലെ, അത്ര ഒന്നും ഫീൽ ചെയ്യില്ല, പണിയുള്ള പോലെ ഫീൽ ചെയ്യില്ല. അപ്പോൾ മിക്സിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം അരപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം കുറച്ച് മിക്സിയുടെ ജാറിൽ കറിവേപ്പില പിന്നെ ജീരകം ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു സവാള, ചെറിയുള്ളി ആണെന്ന് ഒന്നും കൂടി ടേസ്റ്റ് ആവും, ഒരു സവാളയും കൂടിയിട്ട് ഇടുന്നുണ്ട്. ഒക്കെ നല്ല വലിയ മീനാണെന്ന് വെച്ചാലാണ് കേട്ടോ ഇങ്ങനെ മസാല ഒക്കെ ഇടാറ്. പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ മിക്സൊക്കെ ആക്കിയിട്ട് നന്നായിട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മളുടെ മിക്സൊക്കെ നന്നായിട്ടൊന്ന് അരച്ച് വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളം നനച്ച് ആഡ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മീനിൽ പുരട്ടി വയ്ക്കാം. പിന്നെ ഞാൻ കുറച്ച് നേരം അത് ഫ്രിഡ്ജിലും കൂടി വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഫ്രിഡ്ജ് നോക്കിയപ്പോൾ അതിൽ കുറച്ച് മത്തൻ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെച്ചു മത്തൻ എരിശ്ശേരിയും കൂടി ഉണ്ടാക്കാം, അതും ഫിഷ് ഫ്രൈയും എല്ലാം ഉണ്ടാവുമല്ലോ, അപ്പോൾ നല്ല ടേസ്റ്റ് ആവും. അപ്പോൾ അങ്ങനെ ഉച്ചയ്ക്ക് അതും കൂടി ഉണ്ടാക്കാൻ വിചാരിച്ചു. കോമ്പിനേഷൻ ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടോ? സാമ്പാറും മീൻ വറുത്തത് കാണിച്ച ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ്. അങ്ങനെ ഞാൻ നന്നായിട്ടൊന്ന് വേഗം ഒന്ന് ഫ്രഷ് ആയിട്ട് വന്നു. അപ്പോൾ ഉണ്ണിക്ക് ഇന്ന് ഹെയർ കട്ടൊക്കെ ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ അതിന് പുറത്ത് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും യൂസ് ചെയ്യാൻ നമ്മൾ ഫേസ് കെയർ ഒക്കെ ഒന്ന് ചെയ്തതല്ല, അപ്പോൾ സൺസ്ക്രീമും കൂടി എന്തായാലും ആഡ് ചെയ്യാണ്ട് പോകാൻ പറ്റില്ല. അപ്പോൾ 2 ഫിംഗർ റൂൾ യൂസ് ചെയ്തിട്ട് ഞാൻ സൺസ്ക്രീനൊക്കെ യൂസ് ചെയ്തു. ഒരു ന്യൂഡ് കളർ ലിപ്സ്റ്റിക്കും കൂടി ഇട്ടു കേട്ടോ. അത്രയേ ഉള്ളൂ, മേക്കപ്പ് കഴിഞ്ഞു. ഫേസിൽ അത്ര മേക്കപ്പ് ഉള്ളൂ. പിന്നെ ഒരു ചെറിയൊരു ഇയറിങ്സും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ സൺസ്ക്രീൻ നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ബ്രൈറ്റ്നസ് ഒക്കെ തരും കേട്ടോ. ഇത് ലാക്ടോകലാമിൻ്റെ സൺസ്ക്രീമാണ്. SPF 50+++ ആണ് കേട്ടോ. ഇതിന് റേറ്റ് വന്നിട്ട് 199 ഉള്ളൂ. ലാക്ടോകലാമിൻ ആയതുകൊണ്ട് ഞാൻ മേടിച്ചതാണ് കേട്ടോ. നല്ലതാണ്. ഇപ്പം ഞാൻ കുറേ ആയിട്ട് ഞാൻ തന്നെ യൂസ് ചെയ്യുന്നത് കണ്ടോ. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഗ്ലോ കിട്ടും. പിന്നെ ലാക്ടോകലാമിൻ നല്ലതല്ലേ, അപ്പോൾ ആ ബ്രാൻഡ് കണ്ടിട്ട് അങ്ങനെ മേടിച്ചതാണ്. കുറേ യൂസ് ചെയ്യണം, അപ്പോൾ കഴിയാറായി, ഒന്നും കൂടി മേടിക്കണം. സത്യം പറയുകയാണെന്ന് വെച്ചാൽ സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ട് പുറത്ത് പോകുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു മാറ്റം ഉണ്ട് കേട്ടോ. കാരണം അത്ര ടാൻ ഒന്നും വരാറില്ല. പ്രത്യേകിച്ച് പാലക്കാടൊക്കെ ഭയങ്കര ചൂടാണ്. അപ്പോൾ സൺസ്ക്രീം ഒന്നും ഇല്ലാണ്ട് പോവാനേ പറ്റില്ല. പിന്നെ ഒരു ചെറിയൊരു ഡോട്ട് പൊട്ടും വെച്ചിട്ടുണ്ട്. പിന്നെ മുടി ഇങ്ങനെ ഒരു മോളിക്കായിട്ട് ഇങ്ങനെ കെട്ടി ക്ലിപ്പും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ കണ്ടോ, ഈ സൺസ്ക്രീൻ യൂസ് ചെയ്തപ്പോൾ അത്ര ഓയിലി അല്ല, ഓയിലി ആയിട്ടൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. കുറച്ചൊരു ക്രീമി ഉള്ളൊരു ടെക്സ്ചറാണ് കേട്ടോ ഉണ്ടാവുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ. എൻ്റെ സ്കിൻ കുറച്ച് ഡ്രൈ ആണ്, അപ്പോൾ കുറച്ച് ഈ സൺസ്ക്രീൻ നല്ല യൂസ്ഫുൾ ആയിട്ടുണ്ട് കേട്ടോ. എനിക്ക് കണ്ടോ കുറച്ചൊരു ക്രീമി പോലെ ആയിട്ടാണ്. പിന്നെ കുറച്ച് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഗ്ലോവും കൂടി ഉണ്ടാവാറുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ ഉണ്ണിക്ക് പോയിട്ട് ഹെയർ കട്ടൊക്കെ ചെയ്തു. കുറച്ച് വാശിയൊക്കെ പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ്, എന്നാലും അവൻ നല്ല കുട്ടിയായിട്ടിരുന്നു കേട്ടോ. അവൻ ആ സംഭവം വേണമെന്ന് പറയണം, മുടി വെട്ടണം, അതാ സാധനം, അത് വേണം പറഞ്ഞിട്ട് ഇങ്ങനെ വാശി പിടിക്കുകയാണ്. ഉണ്ണി മുടി വെട്ടിയോ? എന്നാ ക്യാപ്പ് ഇട്.
ഇവിടെ ഫ്രീക്കായോ മുടിയേറ്റ് ഇഷ്ടായോ? ക്യാപ്പ് ഇടൂ. അങ്ങനെ ഞങ്ങൾ ഈ പൊരിഞ്ഞ വെയിലത്ത് പോയി വന്ന് പിന്നെ ഞാൻ ജ്യൂസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഓൾറെഡി, കാരണം നല്ല ചൂടാവും. അപ്പോൾ പോയി വന്നാൽ വേഗം കുടിക്കാൻ വേണ്ടിയിട്ട് ജ്യൂസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കുടിച്ച് പിന്നെ ഉണ്ണീനെ ഒന്ന് ഫ്രഷ് ആക്കി കുളിച്ച് കഴിഞ്ഞ് വന്നാൽ അവനിങ്ങനെ ഒരു ഡാൻസ് ഉള്ളതാട്ടോ. ആവേശത്ത് ആ സോങ് അവൻ എപ്പോഴും ഇങ്ങനെ കളിക്കും. അവൻ ഇങ്ങനെ ടർക്കി ഇട്ടിട്ടല്ല ഇങ്ങനെ കളിക്കുക. അപ്പം അങ്ങനെ അവൻ എപ്പോഴും കുളിച്ച് കഴിഞ്ഞ് വന്ന് ടർക്കി ഇട്ട ഈ ഒരു സ്റ്റെപ്പ് കളിക്കും കേട്ടോ. ഗണനായകം അപ്പോൾ ഉണ്ണീനെ ഒന്ന് ഫ്രഷ് ആക്കി കഴിഞ്ഞാൽ അവൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിശക്കാൻ തുടങ്ങി. ഞാൻ രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്നലത്തെ കുറച്ച് ബിരിയാണി ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ എടുത്ത് കഴിച്ചു. അപ്പോൾ ഇതായിരുന്നു രാവിലത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഉച്ചയ്ക്ക് പിന്നെ ഞാൻ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ മീനൊക്കെ ഒന്ന് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ എടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തു. പിന്നെ മത്തൻ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതിൽ ഇത്തിരി തേങ്ങയും വെളുത്തുള്ളി ജീരകമൊക്കെ കൂടിയിട്ട് ഒന്ന് മിക്സിയിൽ അരച്ചരിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ മത്തൻ ഓൾറെഡി ഞാൻ കുക്കറിലിട്ടിട്ടൊന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പുതിയ ചട്ടിയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഒന്ന് ഇനോഗ്രേറ്റ് ചെയ്യാണ് കുക്കിങ്ങിന് വേണ്ടിയിട്ട്. ഇതിന് മുമ്പ് ഞാൻ ഭക്ഷണമൊക്കെ കഴിക്കാൻ ചട്ടിച്ചോറ് അങ്ങനെയൊക്കെ ഇതിൽ വെച്ച് കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മത്തൻ എലിശ്ശേരിക്ക് അത് വേണ്ടി കുറച്ച് എണ്ണ ചൂടാക്കി കടുകും പച്ചമുളക് കറിവേപ്പില അങ്ങനെയൊക്കെ ഇട്ടിട്ട് ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. എനിക്കിങ്ങനെ ചട്ടിയിലൊക്കെ കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വേഗം എലിശ്ശേരിയും കൂടി റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഉച്ചക്കത്തെ ചോറും എലിശ്ശേരി പിന്നെ മീൻ വറുത്തതും പിന്നെ കായ ഉപ്പേരിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതപ്പോൾ എൻ്റെ സെക്കൻഡ് കുക്കിംഗ് ആണ്. രാവിലെ ഓൾറെഡി ഒക്കെ കഴിഞ്ഞു. അതിന് ശേഷമാണ് ഫേസൊക്കെ ഒന്ന് കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോയത് കേട്ടോ. അപ്പോൾ എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഓഫീസിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് എല്ലാം ആക്കണമല്ലോ. അപ്പോൾ അങ്ങനെ ആക്കിയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ സെക്കൻഡ് കുക്കിംഗ് ആണ്. പിന്നെ ലാസ്റ്റ് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. അത് ഇടാൻ മറന്നു. ശരിക്കും വേവിക്കുമ്പോൾ കുരുമുളക് പൊടിയും കൂടി ഇടണമായിരുന്നു, അത് മറന്നു. അപ്പോൾ ലാസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വൈകുന്നേരം ആയപ്പോൾ വീണ്ടും ഒന്ന് ടൗണ് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്നും കൂടി ഒന്ന് ടൗണ് പോയിട്ട് വന്നു. ഞാനും ഉണ്ണിയും അച്ഛനും എല്ലാവരും കൂടിയിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ടൗണ് പോയ ഉണ്ണിക്ക് വേണ്ട ഒരു സാധനമാണ് ഈ പോപ്പർ കേട്ടോ. അങ്ങനെ ഇട്ടങ്ങനെ പൊട്ടില്ലേ അങ്ങനത്തെ ഒരു സാധനം. അപ്പോൾ അത് ഞങ്ങൾ മേടിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അതൊക്കെ വെച്ച് കുറച്ച് നേരം കളിച്ചിരുന്നു കേട്ടോ ഉണ്ണിയുടെ കൂടെ. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ കൊച്ചു ഡേ ഇൻ മൈ ലൈഫ്. ഞാൻ ആദ്യം ചെയ്ത ഫേസ് പാക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പം നാളെ ഒരു ഫേസ് പാക്ക് വീഡിയോ ആയിട്ട് വരാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. ഇനി നന്നായി